മണ്ഡലകാലത്ത് ഒട്ടുമിക്ക വീടുകളിലേക്കും എത്തുന്ന ഒരു സംഭവമാണല്ലോ ഇത്, അപ്പവും അരവണയും. സാധാരണ ഞങ്ങൾക്ക് ഇത് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കിട്ടാറുള്ളത്. ഇപ്രാവശ്യം നേരത്തെ കിട്ടി. അതിനൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മായി ഇപ്രാവശ്യം ശബരിമലയ്ക്ക് മാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മായി നേരത്തെ കൂട്ടി തന്നെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അമ്മായിയുടെ ആദ്യത്തെ യാത്രയും കൂടെ ആയിരുന്നു ഇപ്രാവശ്യം. അങ്ങനെ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതല്ല, ഇത് മള്ളിയൂർ അമ്പലത്തിലത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം, ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. അരവണയ്ക്കാണെങ്കിലും അതെ, അപ്പത്തിനാണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ശബരിമലയിലത്തെ അപ്പത്തിനെ പറ്റി നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നല്ല പോലെ. അതൊരു ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു അപ്പമാണ്. അത് നമുക്കൊന്നും കടിച്ചാലൊന്നും ചിലപ്പോൾ പെട്ടെന്നൊന്നും പൊട്ടില്ല അല്ലേ. പക്ഷേ കടിച്ച് കിട്ടിക്കഴിഞ്ഞാലോ അതിനൊരു പ്രത്യേക തരം ടേസ്റ്റുമാണ്. അതിൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ ഇവിടെ സൈത്തേട്ടൻ അത് വലിയ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും അതെ നല്ല ഇഷ്ടമാണ്. പല്ലുള്ളവർക്കൊക്കെ അത്യാവശ്യം അത് കഴിക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ശബരിമലയ്ക്ക് ആരും പോവാറില്ലല്ലോ. അപ്പോൾ പക്ഷെ അങ്ങനെ പോവാറില്ലെങ്കിൽ കൂടി പതിവായി അപ്പവും അരവണയും നമ്മുടെ വീട്ടിലെത്തിയിരിക്കും കേട്ടോ. അത് എല്ലാ വർഷവും ഉള്ളതാണ്. കാരണം നമ്മളുടെ തൊട്ടയൽപ്പക്കത്തുള്ള ആൾക്കാരെല്ലാവരും, അത് നാട്ടുകാരൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരെന്തായാലും പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലെ അരവണയും അപ്പവും അവിടുത്തെ പ്രസാദം എല്ലാം കൊണ്ടെത്തിക്കാറുണ്ട് കേട്ടോ. ഇതൊരുവിധം എല്ലാവർക്കും ഇഷ്ടാവൂലേ. ഓർമ്മയില്ലേ നമ്മളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ആ ഒരു സമയം തൊട്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ തൊട്ടേ ഇങ്ങനെ ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ ശബരിമലയ്ക്ക് പോയിട്ടുള്ളവരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഡപ്പ അങ്ങനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും തരും. അത് അന്ന് തൊട്ടേ നമ്മൾ ഇതിനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമായിരിക്കും. ഞാനിത് കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ 4 സൈഡിൽ നിന്നും കൈകൾ നീണ്ടുവരാൻ തുടങ്ങി കേട്ടോ. കാരണം വല്ലപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ ഇതിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും എന്നുള്ളത്. അതിനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ അഖണ്ഡനാമം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ നാട്ടിലെ സ്വാമിമാരെല്ലാവരും ശബരിമലയ്ക്ക് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ അഖണ്ഡനാമാണ് നമ്മുടെ നാട്ടിൽ ഇന്നും നാളെയും നടക്കുന്നത്. അതായത് ഡിസംബർ 6, 7, അതായത് ഡിസംബർ 6-ാം തീയതി രാവിലെ തുടങ്ങിയിട്ട് ഡിസംബർ 7-ാം തീയതി രാവിലെ അവസാനിക്കും. നമ്മൾ മലപ്പുറം ജില്ലയിലാണ് ശരിക്കും ഈ അഖണ്ഡനാമം ഇത്ര ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ അമ്പലത്തിലേക്ക് വന്നുള്ളൂ, നല്ല ഗംഭീരമായിട്ടുള്ള അഖണ്ഡനാമം കാണാം. ഈ അപ്പം അരവണ പായസമൊക്കെ കേടുകൂടാതെ കുറേ ദിവസം ഇരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഖത്തറിലായിരുന്ന സമയത്ത് നമുക്കിത് ഖത്തറിലേക്കും എത്തിച്ചേർന്നു കേട്ടോ വീട്ടിൽ നിന്ന്. ഇതെന്താ ഇവിടെ വന്ന് നിൽക്കണ, എനിക്ക് കാണിച്ചു തരുമോ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇങ്ങനെ കാണിക്കൂ. എവിടെ അടുത്തേക്ക്? യെസ്, അടിപൊളി അടിപൊളി. അപ്പോൾ അപ്പം അരവണ ലവേഴ്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ വർഷം നിങ്ങൾ കഴിച്ചൊന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. നല്ല മധുരവും തേനും പിന്നെ എന്തിൻ്റെയൊക്കെയോ അതന്നെ.